ദൈവം തൻ്റെ ദാസനായ മോശെ മുഖാന്തരം ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്തു, നിങ്ങൾ ഈ ദിവസം മറക്കരുത്. ഇത് നിങ്ങളുടെ വിടുതലിൻ്റെ ദിവസമാണ്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ മിസ്രൈമ്യ അടിമത്വത്തിൽ നിന്ന് തൻ്റെ ബലമുള്ള ഭുജം കൊണ്ട് പുറപ്പെടുവിക്കുന്ന ദിവസം. ഇത് നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ പക്കൽ പുളിപ്പുള്ള അപ്പം കാണരുത്. നിങ്ങളാരും പുളിപ്പുള്ള അപ്പം കഴിക്കരുത്. നിങ്ങളുടെ അതിരിൻ്റെ അകത്ത് പുളിച്ച മാവും കാണരുത്. നിങ്ങൾ പെസഹ ആചരിക്കേണ്ടുന്ന ദിവസമാണിത്. ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ നിങ്ങൾ അറുക്കണം. ദൈവത്തിന് യാഗം കഴിക്കണം. അന്ന് മുതൽ 7 ദിവസത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പം കഴിക്കണം. നിങ്ങളുടെ അതിരിനകത്ത് പുളിപ്പ് കണ്ടാൽ, അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ അപ്പം സൂക്ഷിക്കുകയോ ഭക്ഷിക്കുകയോ ചെയ്താൽ അവനെ പുറത്താക്കണം, ഛേദിച്ചു കളയണം. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പുറപ്പെടുവിക്കുന്ന ഈ ദിവസത്തെ നിങ്ങൾ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടു. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കും വേണ്ടി നമ്മുടെ കർത്താവ് അറുക്കപ്പെട്ടു. എന്താണ് അന്ന് മിസ്രൈമിൽ സംഭവിച്ചെന്നറിയാമോ? അവിടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ട രാത്രി കടിഞ്ഞൂൽ സംഹാരമാണ് നടന്നത്. ഒടുവിലത്തെ ബാധ. മിസ്രൈമിൽ വലിയ നിലവിളിയുണ്ടായി. ദൈവത്തിൻ്റെ ജനത്തെ ദൈവത്തെ ആരാധിക്കുവാൻ വിട്ടയക്കുകയില്ല എന്ന് ധാർഷ്ട്യം കാണിച്ച ഫറവോൻ അന്ന് രാത്രി അവരെ വിട്ടയക്കുകയാണ്. മിസ്രൈമ്യർ അവരെ ഓടിച്ചു വിടുകയാണ്. അത് വിടുതലിൻ്റെ ദിവസമായിരുന്നു. നമ്മുടെ കർത്താവായ യേശുവും നമുക്കെല്ലാവർക്കും വേണ്ടി ക്രൂശിൽ തകർക്കപ്പെട്ടു. നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ രക്ഷകൻ ഈ ഭൂമിയിൽ വന്നു. നിങ്ങൾക്കുള്ള രക്ഷയെ ഒരുക്കി. സകലവും നിവൃത്തിയായി എന്ന് ക്രൂശിൽ കിടന്ന് പറഞ്ഞു. പാപത്തെയും മരണത്തെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, വിടുതലിൻ്റെ വചനം, രക്ഷയുടെ വചനം നിങ്ങൾക്ക് തൊട്ടു മുൻപിലുണ്ട്. അതിന് ശക്തിയുണ്ട്. നിങ്ങളൊരു യാഗം കഴിക്കണ്ട. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ നിങ്ങളത് വിശ്വസിക്കുമ്പോൾ ശത്രുവിൻ്റെ അധികാരത്തിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കുകയാണ്. ഇരുട്ടിൻ്റെ ശക്തികൾ കീഴടങ്ങുകയാണ്. നിങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ദൈവം പറഞ്ഞു, പുളിപ്പ് കാണരുത്. പുളിപ്പ് പാപത്തെ കാണിക്കുന്നു. അത് പാപത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചന. നിങ്ങൾ പാപം ചെയ്യരുത്. നിങ്ങൾ പാപികളുടെ വഴി നടക്കരുത്. നിങ്ങൾ പാപത്തോട് എതിർത്ത് നിൽക്കണം. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, പാപികൾ, ദുഷ്ടന്മാർ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിവർന്നു നിൽക്കുകയില്ല. ശത്രു സമ്മതിക്കില്ല. അവർ നിങ്ങൾക്ക് വിരോധമായി സംസാരിക്കും. എന്നാൽ പുളിപ്പ് നീക്കിക്കളഞ്ഞാൽ, പാപവഴികളെ വിട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ, ഇന്ന് പകൽ നിങ്ങൾക്ക് കരുണയുണ്ട്. ഇന്ന് പകൽ നിങ്ങൾക്ക് വിടുതലുണ്ട്. എന്നാൽ പാപത്തിൽ തുടർന്നാൽ, പാപമെന്തെന്ന് അറിഞ്ഞിട്ടും അതിനെ വിട്ടുകളയാതെ അതിൽ തുടരുന്നവർ
വീണ്ടും അടിമനുഖത്തിലേക്ക് പോകും. അതുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ മഹത്വം തിരിച്ചറിയുന്നവർ പാപവഴികളെ ഉപേക്ഷിച്ച് പുതിയ ഒരു ജീവിതത്തിന് ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുക. പുതിയത് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധമായത്, വേർപെട്ടത്, വ്യത്യസ്തമായ ദൈവഹിതപ്രകാരമായൊരു ജീവിതത്തിനായി സമർപ്പിക്കുക. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.